ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസ്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള 5 ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിലെ രണ്ടാമത്തെ ടെസ്റ്റ് മത്സരം അഡ്ലേഡിൽ അവസാനിച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ ടെസ്റ്റ് മത്സരം ബ്രിസ്ബെയിനിൽ ഡിസംബർ 14 ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ടാണ്. ജസ്പ്രീത് ബുംറയ്ക്ക് കൂട്ടായി അല്ലെങ്കിൽ ജസ്പ്രീത് ബുംറയെ സഹായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബൗളർ ഇന്ത്യൻ നിരയിൽ ഇല്ല എന്നുള്ളതാണ് എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. മുഹമ്മദ് സിറാജിന് ഒരു അളവ് വരെ ജസ്പ്രീത് ബുംറയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിലും വലിയ ഒരു ഇമ്പാക്റ്റ് ഓസ്ട്രേലിയൻ ബാറ്റിംഗ് നിരയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സിറാജിന് കഴിയുന്നില്ല എന്നുള്ളതാണ് പറയപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഹർഷിത് റാണ ആദ്യ മത്സരത്തിൽ തരക്കേടില്ലാത്ത ഒരു പെർഫോമൻസ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായെങ്കിലും ഈ പിങ്ക് ബോൾ ടെസ്റ്റിൽ അദ്ദേഹത്തിന് വലിയ പ്രകടനമൊന്നും കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു പുതിയ ഫാസ്റ്റ് ബോളറിനെ ടീമിലേക്ക് കൊണ്ടുവരണം എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ടീമിന്റെ ഒപ്പം ആകാശ് ദീപ് എന്ന് പറയുന്ന നല്ലൊരു ഫാസ്റ്റ് ബോളർ ഉണ്ട്. അദ്ദേഹത്തിനെ അടുത്ത മത്സരത്തിൽ ബ്രിസ്ബെയിനിൽ ഉപയോഗിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത്. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് മുഹമ്മദ് ഷമിയുടെ ഒരു തിരിച്ചുവരവാണ്. മുഹമ്മദ് ഷമി കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് 2023 ഏകദിന ലോകകപ്പിന്റെ ഫൈനലിലാണ് മുഹമ്മദ് ഷമി അവസാനമായി ഇന്ത്യക്ക് വേണ്ടി ബൗൾ ചെയ്തത് എന്ന് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം അദ്ദേഹത്തിന്റെ കാലിലുണ്ടായ ഒരു മേജർ ആയിട്ടുള്ള ഒരു ഇഞ്ചുറി, കാലിന്റെ ആംഗിളിൽ സംഭവിച്ചൊരു ഇഞ്ചുറി, അതിന്റെ സർജറി എല്ലാം കഴിഞ്ഞ് അദ്ദേഹം വിശ്രമത്തിലായിരുന്നു. അതിനുശേഷം എല്ലാ താരങ്ങളും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറിയിലൂടെ കടന്നു പോകുമ്പോൾ ആ ഇഞ്ചുറിയുടെ ശസ്ത്രക്രിയയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ കഴിയുമ്പോൾ അവരിതിൻ്റെ ഒരു റീഹാബ്, അതായത് തിരിച്ചു വരുവാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ബാംഗ്ലൂരിലെ നാഷണൽ ക്രിക്കറ്റ് അക്കാഡമിയിലാണ്. ബാംഗ്ലൂരിലെ നാഷണൽ ക്രിക്കറ്റ് അക്കാഡമി എന്ന് പറഞ്ഞാൽ അത് BCCIയുടെ കീഴിൽ തന്നെയുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഈ നാഷണൽ ക്രിക്കറ്റ് അക്കാഡമി അല്ലെങ്കിൽ NCA എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ഈ കോച്ചിങ്ങിന്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുക്കുന്നത്. അതായത് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്നൊക്കെ പറയുന്ന ഈ കോച്ചിങ് സ്റ്റാൻഡേർഡ്സ് എല്ലാം തന്നെ അതിന്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നമുക്ക് എടുക്കണമെങ്കിൽ ഈ നാഷണൽ ക്രിക്കറ്റ് അക്കാഡമിയുടെ സർട്ടിഫിക്കേഷൻ ആണ് നമുക്ക് ലഭിക്കുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നാഷണൽ ക്രിക്കറ്റ് അക്കാഡമി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സെറ്റപ്പാണ്, BCCIയുടെ കീഴിലുള്ള ഒരു വലിയ സെറ്റപ്പാണ്. ഇപ്പോൾ അത് പുതിയൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് ബാംഗ്ലൂരിൽ തന്നെ. അവിടെ ഒരുപാട് ഫെസിലിറ്റീസ്, അതായത് 3 ഗ്രൗണ്ടുകൾ, ഏകദേശം 40ഓളം പിച്ചുകൾ, ഇതെല്ലാം തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതുപോലെ റീഹാബ് ചെയ്യാനുള്ള ഒരു സെന്റർ ആയിട്ടും അതിനെ ഉപയോഗിക്കുന്നുണ്ട്. ഈ റീഹാബ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ചെറിയ സെറ്റപ്പ് അല്ല. അവിടെ ഇതിനെ സഹായിക്കാനായിട്ട് ഒരു താരത്തിന്, ഇപ്പോൾ ഇന്ത്യയുടെ തന്നെ ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു താരത്തിന് എന്തെങ്കിലും ഒരു ഇഞ്ചുറി സംഭവിക്കുകയാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ ഋഷഭ് പന്തിനെ എടുക്കാം അല്ലെങ്കിൽ മുഹമ്മദ് ഷമിയെ എടുക്കാം, അവർക്ക് ഈ റീഹാബ് വേണ്ടി വന്ന ഒരു സമയത്ത് അവരെ സഹായിക്കാനായിട്ട് ഒരുപാട് ഫിസിയോതെറാപ്പിസ്റ്റുകൾ അവിടെയുണ്ട്, ഒരു മെഡിക്കൽ ടീം അവിടെയുണ്ട്, ട്രെയിനർമാർ അവിടെയുണ്ട്, എന്തൊക്കെയാണ് സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ടീമുണ്ട്. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം തന്നെ ഈ നാഷണൽ ക്രിക്കറ്റ് അക്കാഡമിയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും വലിയൊരു വാർത്ത എന്ന് പറയുന്നത് രോഹിത് ശർമ്മയും മുഹമ്മദ് ഷമിയും തമ്മിൽ എന്തോ ഒരു റിഫ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിലാണ്. അത് ആദ്യം ഇതൊരു ചർച്ചാ വിഷയമായിരുന്നെങ്കിലും പിന്നെ അത് കെട്ടടങ്ങി പോയിരുന്നു. അതൊരു ഫേക്ക് ന്യൂസ് ആണ് എന്നുള്ള രീതിയിൽ അത് കെട്ടടങ്ങി പോയിരുന്നു. ഇപ്പോൾ വീണ്ടും അത് പൊന്തി വന്നിരിക്കുകയാണ്. ആദ്യം ആ ഒരു ന്യൂസ് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിൽ ബാംഗ്ലൂരിൽ വെച്ച് നടന്ന ഒരു ടെസ്റ്റ് മത്സരത്തിനിടയിൽ ഇവർ തമ്മിൽ കണ്ടുമുട്ടുകയും മുഹമ്മദ് ഷമി അവിടെ റീഹാബ് ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കുകയും ആ സമയത്ത് രോഹിത് ശർമ്മ ഇന്ത്യൻ ക്യാപ്റ്റനായിട്ട് ഈ ബാംഗ്ലൂരിലുള്ള സമയത്ത് അന്ന് ഈ നാഷണൽ ക്രിക്കറ്റ് അക്കാഡമി എന്ന് പറയുന്നത് ശരിക്കും ഈ ബാംഗ്ലൂരിലെ നമ്മുടെ ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിനോട് ചേർന്ന് തന്നെയാണ്. അപ്പോൾ അവിടെ വെച്ച് ഇവർ കണ്ടുമുട്ടുകയും ഇവർ തമ്മിൽ ഇഞ്ചുറിയുടെ പേരിൽ, അതായത് രോഹിത് ശർമ്മ മുഹമ്മദ് ഷമിയുടെ ഇഞ്ചുറിയെ പറ്റി എന്തോ ഒരു കമന്റ് പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവർ തമ്മിലൊരു വാക്കേറ്റം ഉണ്ടാവുകയും അല്ലെങ്കിൽ ഒരു റിഫ്റ്റ് ഉണ്ടാവുകയും ചെയ്തു എന്നുള്ള രീതിയിലായിരുന്നു വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊരു ഫേക്ക് ന്യൂസ് ആണ് എന്നുള്ള രീതിയിൽ അത് പിന്നീട് അത് വലിയ ശബ്ദ കോലാഹലങ്ങളൊന്നും ഉണ്ടാക്കാതെ അങ്ങ് കടന്നു പോയിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ അഡ്ലൈഡ് ടെസ്റ്റിനു ശേഷം രോഹിത് ശർമ്മയുടെ ഒരു പത്രസമ്മേളനത്തിൽ ഈ പത്രക്കാരുടെ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് മുഹമ്മദ് ഷമി 100% ഫിറ്റ് ആണെങ്കിൽ അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിലേക്കുള്ള വാതിൽ എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം 100% ഫിറ്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം 100% ഫിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങി വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇവിടെ കൊണ്ടുവന്നിട്ട് വീണ്ടും അദ്ദേഹത്തിന് ഒരു ഇഞ്ചുറി സംഭവിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ സയ്യദ് മുസ്താഖ് അലി ട്രോഫിയുടെ ഇടയിൽ അദ്ദേഹത്തിന്റെ മുട്ടിൽ വീണ്ടും ഒരു നീര് വരുന്ന ഒരു സംഭവം നമ്മൾ കണ്ടിരുന്നു. അദ്ദേഹം ബോളിംഗ് നിർത്തി നീര് വന്നിട്ട് അതിന് ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ആംഗിളിൽ നിന്ന് മാറി ആ ഒരു ഇഞ്ചുറി മുട്ടിലേക്ക് വന്നിരുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ
അതും ക്ലിയർ ആയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. എന്നിട്ട് മാത്രമേ അദ്ദേഹത്തിനെ ഇന്ത്യൻ ടീമിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതായിരുന്നു രോഹിത് ശർമ്മയുടെ പത്രക്കാർക്കുള്ള മറുപടി എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് പിന്നീട് ഈ ന്യൂസ് ഉണ്ടാവുന്നത്. രോഹിത് ശർമ്മയ്ക്ക് മുഹമ്മദ് ഷമി ഇന്ത്യൻ ടീമിലേക്ക് വരുന്നതിന് വലിയ താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പത്രവാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ സംസാര വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നമുക്കറിയാം മുഹമ്മദ് ഷമി കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് ക്രിക്കറ്റിലേക്ക് തിരിച്ചു വരുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കളിക്കുന്നത് ബംഗാളിന് വേണ്ടിയിട്ടാണ്. ശരിക്കും അദ്ദേഹം ഉത്തർപ്രദേശിൽ നിന്നുള്ള താരമാണ്. പക്ഷേ അദ്ദേഹം ക്രിക്കറ്റ് കളിക്കാനായിട്ട് ബംഗാളിലേക്ക് മാറുകയും ബംഗാളിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ രഞ്ജി ട്രോഫിയിലും അതുപോലെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബംഗാളിന് വേണ്ടി രഞ്ജി ട്രോഫിയിൽ കളിക്കുകയും മധ്യപ്രദേശിനെതിരെ ഒരു മത്സരത്തിൽ അദ്ദേഹം 43 ഓവറുകൾ ബൗൾ ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ 43 ഓവറുകൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ട്രെച്ചിൽ എറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ ഒരു 15 ഓവർ വെച്ചിട്ട് എറിഞ്ഞാൽ പോലും നമുക്ക് 3 ദിവസം കൊണ്ടായിരിക്കും ഈ 45 ഓവറൊക്കെ എറിയാൻ സാധിക്കുക. കാരണം ഒരു ഫാസ്റ്റ് ബോളറിനെ സംബന്ധിച്ച് ഒരു ദിവസം 15-20 ഓവർ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം അത്രയും ഓവറുകൾ അവിടെ ബൗൾ ചെയ്യുകയും പിന്നീട് അതിനുശേഷം ഈ സയ്യദ് മുസ്താഖ് അലി ട്രോഫി എന്ന് പറയുന്നത് ഒരു 2020 ടൂർണമെന്റ് ആണ്, ഇന്ത്യയുടെ ഡൊമസ്റ്റിക് 2020 ടൂർണമെന്റ്. അതിൽ ബംഗാളിന് വേണ്ടിയിട്ട് ഇപ്പോൾ മികച്ച പ്രകടനങ്ങൾ അദ്ദേഹം കാഴ്ചവെക്കുകയും ചെയ്യുന്നുണ്ട്. പല മത്സരങ്ങളിലും അദ്ദേഹം കളിക്കുകയും ഇപ്പോൾ കഴിഞ്ഞ ഒരു വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് 17 ദിവസത്തിനുള്ളിൽ അദ്ദേഹം 8 മത്സരങ്ങളാണ് ഈ സയ്യദ് മുസ്താഖ് അലി ട്രോഫിയിൽ കളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ബംഗാൾ ടീം ക്വാർട്ടർ ഫൈനലിൽ എത്തി നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ബറോഡയുമായിട്ടാണ് അവർ ക്വാർട്ടർ ഫൈനലിൽ കളിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ അറിവെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം മുഹമ്മദ് ഷമി ബാറ്റ് ചെയ്തിട്ടും കുറച്ച് റൺസ് നേടി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മുഹമ്മദ് ഷമി ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങി വരുവാനായിട്ടുള്ള ശ്രമങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. അദ്ദേഹം സയ്യദ് മുസ്താഖ് അലി ട്രോഫി കളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ രഞ്ജി ട്രോഫിയിൽ അദ്ദേഹം കളിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ രോഹിത് ശർമ്മയുടെ ഭാഗത്ത് നിന്ന് പത്രപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഇങ്ങനെ ഒരു മറുപടി? അദ്ദേഹം ഓൾറെഡി ഫീൽഡിലുണ്ട്, കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ്. പിന്നെ എന്തുകൊണ്ടാണ് രോഹിത് ശർമ്മ ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞത് എന്നുള്ളതാണ് ആരാധകരെ കൺഫ്യൂഷനിലാക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ആക്ച്വലി സ്പീക്കിംഗ്, ഇതിൽ രോഹിത് ശർമ്മയ്ക്ക് യാതൊരു ഡിസിഷനും എടുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ പരമപ്രധാനമായ സത്യം എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ, ഒരു ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ രോഹിത് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ബൗളറിനെ ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ലെഫ്റ്റ് ആം സ്പിന്നറിനെ ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലെഗ് സ്പിന്നറിനെ ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലെ പോലുള്ള കണ്ടീഷനിൽ ഒരു ഫാസ്റ്റ് ബോളറിനെ ആവശ്യമുണ്ടെങ്കിൽ, ഇന്ന ഒരു ഫാസ്റ്റ് ബോളറിനെ എനിക്ക് വേണമെന്ന് അദ്ദേഹത്തിന് ടീം മാനേജ്മെന്റിനോടും കോച്ചിനോടും അതുപോലെ തന്നെ സെലക്ടേഴ്സിനോടും ആവശ്യപ്പെടാം. പക്ഷെ അതിന്റെ അന്തിമമായ തീരുമാനം എടുക്കുന്നത് സെലക്ടർമാരായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ BCCIയും സെലക്ടർമാരും ചേർന്നിട്ട് കോച്ചിനോടും ഒക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷമായിരിക്കും ഒരു താരത്തിനെ, പുതിയതായിട്ടൊരു താരത്തിനെ ടീമിൽ വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ ഒരു കേസ് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇവിടെ മുഹമ്മദ് ഷമി ഒരു ഇഞ്ചുറി വന്നതിന് ശേഷം, ഒരു പരിക്ക് പറ്റിയതിനു ശേഷം അതിൻ്റെ റീഹാബ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ റീഹാബിൻ്റെ ഇടയിലാണ് അദ്ദേഹം ഉള്ളത്. ആ റീഹാബിൻ്റെ ഇടയിൽ തന്നെയാണ് അദ്ദേഹം ഈ സയ്യദ് മുസ്താഖ് അലി ട്രോഫിയിലും രഞ്ജി ട്രോഫിയിലും ബംഗാളിന് വേണ്ടി കളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നാഷണൽ ക്രിക്കറ്റ് അക്കാഡമിയിലെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അതായത് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു താരം, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളാണല്ലോ മുഹമ്മദ് ഷമി എന്ന് പറയുന്നത്. അദ്ദേഹം ഇന്ത്യയുടെ ഈ BCCIയുടെ കോൺട്രാക്ട് ലിസ്റ്റിലുള്ള ഒരു താരം കൂടിയാണ്. അപ്പോൾ അദ്ദേഹം കളിക്കുമ്പോൾ ഈ രഞ്ജി ട്രോഫി മത്സരങ്ങളും അതുപോലെ തന്നെ സയ്യദ് മുസ്താഖ് അലി ട്രോഫിയൊക്കെ കളിക്കുമ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റും അതുപോലെ തന്നെ ഒരു മെഡിക്കൽ ടീം എന്ന് പറയും, ആ മെഡിക്കൽ ടീം അദ്ദേഹത്തിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഈ മത്സരം നടക്കുന്ന വേദിയിലുണ്ട്, അവർ മുഹമ്മദ് ഷമിക്ക് വേണ്ട സപ്പോർട്ടുകളെല്ലാം ചെയ്യുന്നുണ്ട്. അത് ബംഗാളിൻ്റെ ഒരു മെഡിക്കൽ ടീമല്ല, ബംഗാളിന് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുന്നത്, അവരുടെ ഒരു മെഡിക്കൽ ടീം അല്ല. ഈ മെഡിക്കൽ ടീം എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പിസ്റ്റും ട്രെയിനറും ഡോക്ടറും ഒക്കെ അടങ്ങുന്ന ഒരു സംഘം എന്ന് പറയുന്നത് NCAയുടെ, അതായത് BCCIയുടെ ഒരു മെഡിക്കൽ ടീമാണ്. അവരാണ് ഇദ്ദേഹത്തിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരാണ് ഇതിലൊരു അന്തിമ തീരുമാനം എടുക്കേണ്ടത്. അവരാണ് പറയേണ്ടത് മാനേജ്മെന്റിനോടും സെലക്ടേഴ്സിനോടും പറയേണ്ടത് മുഹമ്മദ് ഷമി 100% ഫിറ്റാണ്, ഓസ്ട്രേലിയയിൽ കളിക്കാനായിട്ട് അദ്ദേഹം തയ്യാറാണ്, അദ്ദേഹത്തിന് ഒരു കാരണവശാലും അദ്ദേഹത്തിന് യാതൊരു പ്രശ്നങ്ങളുമില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു NOC, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്, അതുകൊണ്ട് മുഹമ്മദ് ഷമിക്ക് കളിക്കാമെന്നുള്ള രീതിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് ഈ പറയുന്ന ഒരു മെഡിക്കൽ ടീമാണ്. ആ മെഡിക്കൽ ടീം അത് BCCIക്ക് കൈമാറുകയും അല്ലെങ്കിൽ NCAക്ക് കൈമാറുകയും NCA BCCI കൈമാറും, BCCI അത് സെലക്ടർമാരായിട്ട് ഡിസ്കസ് ചെയ്യുകയും മുഹമ്മദ് ഷമിയുടെ ആവശ്യമുണ്ടോ ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ എന്ന് മാനേജ്മെന്റിനോട്, അതായത് മാനേജ്മെന്റ് എന്നാൽ അവിടെ ഒരു മാനേജർ ഉണ്ടാവും, കോച്ച് ഉണ്ടാവും, ഇതുപോലെ ക്യാപ്റ്റനോടും ഡിസ്കസ് ചെയ്യും. ഇവരോടൊക്കെ ചോദിച്ചതിന് ശേഷമായിരിക്കും ഒരു തീരുമാനം എടുക്കുക. അല്ലാണ്ട് രോഹിത് ശർമ്മ പറയുകയാണ് മുഹമ്മദ് ഷമി 100% ഫിറ്റ് ആണ് അല്ലെങ്കിൽ 100% ഫിറ്റ് അല്ല എന്ന് പറഞ്ഞാൽ അതൊന്നും ഇവിടെ യാതൊരു വിലയുമില്ല എന്നുള്ളത് സിമ്പിളായിട്ട് മനസ്സിലാക്കുക. രോഹിത് ശർമ്മയ്ക്ക് ഈ പറയുന്ന മുഹമ്മദ് ഷമിയുടെ ഫിറ്റ്നസിനെ പറ്റി പറയാനായിട്ട് അദ്ദേഹം ഒരു ഡോക്ടറല്ല, ഒരു
ഒരു ട്രെയിനർ അല്ല. ഡെഫിനറ്റ് ആയിട്ടും ഒരിക്കലും രോഹിത് ശർമ്മ അങ്ങനെ ഒരു കമൻറ്റ് പറയുകയുമില്ല. പക്ഷേ അത് പറഞ്ഞപ്പോൾ അതിനെ ഇങ്ങനെ വളച്ചൊടിച്ചെടുത്തതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഷ്യം എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയേണ്ടത് രോഹിത് ശർമ്മയല്ല. അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം മീൻ ചെയ്തിരിക്കുന്നു. ഡെഫിനറ്റ് ആയിട്ടും അങ്ങനെ അല്ല എന്ന് മനസ്സിലാക്കുക. കാരണം ഇതിൻ്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത് നാഷണൽ ക്രിക്കറ്റ് അക്കാഡമിയിലെ മെഡിക്കൽ ടീമാണ് ഇതിന് ഒരു NOC കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഇത്രമാത്രമാണ്. ഇനി ഡെഫിനറ്റ് ആയിട്ടും അവർ തമ്മിൽ എന്തെങ്കിലും റിഫ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയൊന്നും എനിക്ക് കൃത്യമായിട്ടുള്ള ധാരണയില്ല. പക്ഷേ ഇതിൻ്റെ ഒരു റൂട്ട്, ഇന്ത്യൻ ടീമിലേക്ക് വരുവാനുള്ള മുഹമ്മദ് ഷമിയുടെ റൂട്ട് എന്ന് പറയുന്നത് ഇതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഏതായാലും മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.